ഇന്നത്തെ സുബഹിക്ക് ശേഷം ഒരല്പം നടക്കാനും അതുപോലെ ട്രക്കിങ്ങിനായിട്ട് നമ്മുടെ ഈ കാട്ടുവഴി തന്നെ തിരഞ്ഞെടുത്തു. അപ്പോൾ അതുകൊണ്ട് രാവിലെ ഇപ്പോൾ ഏതെങ്കിലും സമയത്തേടാ സമയം നമ്മുടെ കൂട്ടുകാരനുണ്ട് കൂടെ. ഇപ്പോൾ ഈ 6 മണി അടുത്തായിട്ടുള്ളൂ. ഈ സമയത്ത് കാട്ടിക്കൂടെ ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഈ മൃഗങ്ങളെ കാണാനും പറ്റിയേക്കാം. ഇപ്പോൾ സാധിച്ചില്ലെങ്കിലും മനോഹരമായിട്ടുള്ള ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ നടന്നെത്തിയത് ഒരു കുറച്ച് വെളിച്ചമുള്ള ഭാഗത്താണ്. എന്ന് വെച്ചാൽ ഒരു നല്ലൊരു ഒരു നോട്ടം കിട്ടുന്ന ഒരു നല്ല സീനറി ഉള്ള ഒരു ഏരിയയിൽ നമ്മുടെ അതായത് ഇവിടെ നടന്നു വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും നല്ലൊരു ഏരിയ ആണത്. അതുപോലെ ഈ വഴിക്കുള്ള മറ്റൊരു വെറൈറ്റിയാണ് നമ്മുടെ കാടിന് നടുവിലുള്ള നമ്മുടെ ഈ നാട്ടിലെ അമ്പലം. ഈ അമ്പലത്തിൻ്റെ പേരെന്താ? അംബികാപുരം അമ്പലം. ഈ വഴിയിലൂടെയാണ് അമ്പലത്തേക്ക് പോകുന്നത്. കാണുന്നുണ്ടല്ലോ. അപ്പം നമ്മുടെ യാത്രയിൽ നടത്തത്തിൽ പലയിടത്തുനിന്നും രാവിലെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ജീവികളുടെ സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അതിപ്പോൾ കാട്ടുകോഴികളാണ് കൂടുതൽ. അതിൻ്റെ സൗണ്ട് നമുക്ക് പലയിടത്തും. പിന്നെ രാവിലെ ആയതുകൊണ്ട് കിളികൾ, പലതരം കിളികളെ നമുക്ക് കാടിൻ്റെ ഒരു സമ്പന്നതയാണല്ലോ. ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുക കാട്ടുകോഴിൻ്റെ സൗണ്ട്. പണ്ടൊക്കെ കാണുമായിരുന്നു മുയലൊക്കെ, പക്ഷെ ഇപ്പം അങ്ങനെ മുയലൊന്നും കാണാനില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നടന്നു വന്നു. അത്യാവശ്യം ഒരു 1-2 കിലോമീറ്ററിൻ്റെ അടുത്ത് നമ്മൾ നടന്നു. അങ്ങനെ നടന്നെത്തിയപ്പോൾ നമ്മുടെ കാട്ടിൻ്റെ നടുവിലായിട്ടുള്ള ഇവിടെ ടൂർണമെൻറ്റ്സ് ഒക്കെ നടക്കുന്ന, അല്ലെങ്കിൽ കുട്ടികളൊക്കെ എപ്പോഴും കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഗ്രൗണ്ടിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. നമുക്ക് അങ്ങോട്ട് കിടക്കാം. ഇതാണ് ആ പറഞ്ഞ മനോഹരമായ വിശാലമായ ഗ്രൗണ്ട്. ഇവിടെ നമുക്ക് എപ്പോഴും പരിപാടികളൊക്കെ നടക്കാറുള്ള ഗ്രൗണ്ടാണ്. ടൂർണമെൻറ്റ്സ് നടക്കുന്നു, ഫുട്ബോൾ കളികൾ നടക്കുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇത്രയും വിശാലമായിട്ട് ഗ്രൗണ്ട് കാണിച്ചു കൊടുക്കൂ. ഗ്രൗണ്ട് നമുക്ക് ചുറ്റുഭാഗത്ത് മൊത്തം മരങ്ങളാണല്ലോ. മരങ്ങൾ സമ്പന്നമായ ഇത്രയും മനോഹരമായിട്ടുള്ള ഗ്രൗണ്ട് വേറെ എവിടെയെങ്കിലും ഉണ്ടാവുമോ? ചുറ്റുപാടും മരങ്ങളാൽ സമ്പന്നമായ മനോഹരമായ തണലിടുന്ന ഇത്രയും മനോഹരമായിട്ടുള്ള ഗ്രൗണ്ട്. അതിൻ്റെ പശ്ചാത്തലം എല്ലാ ഗ്രൗണ്ടിനെ മനോഹരമാക്കാം. അപ്പോൾ ഏതായാലും ഇന്നത്തെ നമ്മുടെ നടത്തം ഇവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് കാണാം.